ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 12 ഫെബ്രുവരി 2026, ഈ മാസത്തിലെ 12ാമത്തെ ദിവസം, വ്യാഴാഴ്ച, ഈ വർഷത്തിലെ 43ാമത്തെ ദിവസം. നാം ഓരോരുത്തരും ഈ 43 ദിവസം സന്തോഷമായി ഇതേവരെ ജീവിക്കുന്നതിന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് നാം അവനോട് നന്ദി പറയേണ്ടതുണ്ട്. നമ്മളിൽ എത്ര പേര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവനോട് നന്ദി പറയുന്നുണ്ട്, ഒരു ദിവസം കൂടി നമുക്ക് കാണുവാൻ സാധിച്ചതില്ല. അതോടൊപ്പം തന്നെ നാം ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ആ ബെഡിലിരുന്നുകൊണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന് ഇന്ന് ഈ പകൽക്കാലം നമ്മളെ കാത്തുരക്ഷിച്ചതിനായി നമ്മൾ നന്ദി അവനോട് പറഞ്ഞതിന് ശേഷമാണോ ഉറങ്ങുന്നതെന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ധ്യാന വിഷയം, നമ്മുടെ സന്തോഷം എവിടെയാണ് ഇല്ലാതാകുന്നത്? ഐക്യം ഇല്ലായ്മയിൽ നിന്ന് ആണോ? നമ്മുടെ സന്തോഷം എവിടെയാണ് ഇല്ലാതെയാകുന്നത്? ഐക്യം ഇല്ലായ്മയിൽ നിന്ന് ആണോ? ഇതിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഐക്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4 അധ്യായങ്ങളും 104 വാക്യങ്ങളും ആണ് ഉള്ളത്. ഒരു ദിവസം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു വേദഭാഗം. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ച് ആ ഐക്യത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഏകമനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്ന് ഫിലിപ്പിയർ 2:2 പറയുന്നുണ്ട്. സമ്പന്നമായ ചുറ്റുപാട്, അതനുസരിച്ചുള്ള മനോഹരമായ വീട്, ആരോഗ്യവും സൗന്ദര്യമുള്ള ദമ്പതികൾ, ഓമനകളായ മക്കൾ, ബാഹ്യമായി നാം വിലയിരുത്തും സന്തോഷകരമായ കുടുംബമെന്ന്. അതെ, സന്തോഷിക്കാൻ കാരണങ്ങളുള്ള കുടുംബം തന്നെയാണ്. പക്ഷേ ഐക്യവും കൂടി ഉണ്ടായിരിക്കണമെന്നത് മാത്രം. ഐക്യത്തോളം വലുതായി മറ്റൊന്നുമില്ല. ഇന്ന് പല കുടുംബങ്ങളിലും അകന്നു നിന്ന് നോക്കുമ്പോൾ സുന്ദരവും മനോഹരവുമാണ്, എന്നാൽ അകത്തേക്ക് കയറുമ്പോഴേ മനസ്സിലാവൂ, കാണും പോലെ അത്ര സുന്ദരമല്ല ആ കുടുംബജീവിതമെന്ന്. കാരണം അനൈക്യത്തിൻ്റെ അരൂപികൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാകും. ഭാര്യയും ഭർത്താവും തമ്മിൽ ചേർച്ചയില്ല, മക്കളും മാതാപിതാക്കളും ആയി ചേർച്ചയില്ല, അമ്മായിമ്മയും മരുമകളുമായി യാതൊരു ചേർച്ചയുമില്ല, സഹോദരങ്ങൾ തമ്മിൽ ഐക്യമില്ല. സമൂഹത്തിലും സഭയിലും ഇതുപോലെ കണ്ടുവരുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾക്ക് പ്രസക്തി ലഭിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ മിഷണറി യാത്രയിൽ യൂറോപ്പിൽ സ്ഥാപിച്ച ആദ്യ സഭയാണ് ഫിലിപ്പിയിലെ സഭ. ദൈവരാജ്യ ശുശ്രൂഷയിൽ പൗലോസിന്റെ ആവശ്യങ്ങളിൽ കൈത്താങ്ങായിരുന്ന സഭയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ വിശ്വാസ യാത്രയിൽ നിലനിൽക്കേണ്ട ആവശ്യകതയെയും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളെയും കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഫിലിസ്തീയ സഭയിൽ നിലനിന്നിരുന്ന ചില ആശങ്കകളുടെ പശ്ചാത്തലം കൂടിയുണ്ട് ഇതിന്. കാരണം സഭയിൽ നിന്നും മിഷണറി ദൗത്യത്തിനായി അയക്കപ്പെട്ട എപ്പഫ്രാത്തീത്തോസ് രോഗാതുരനായെങ്കിലും സൗഖ്യം നേടി തിരികെ ഫിലിപ്പിയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് ഫിലിപ്പിയിലെ ആളുകൾക്ക് ദഹിക്കുന്നില്ല. ഇതേ ചൊല്ലി ഒരു പിണക്കം ഉടലെടുക്കുന്നു. അപ്പോഴാണ് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ അപ്പോസ്തലൻ തയ്യാറാകുന്നത്. ഏകാത്മാവിൽ വളരണമെന്നാണ് അപ്പോസ്തലന്റെ ഓർമ്മപ്പെടുത്തൽ. ഒരേ മനസ്സും ഒരേ ആത്മാവും എന്ന അവസ്ഥയിലേക്കുള്ള വളർച്ച സാധ്യമാകുന്നത് തർക്കങ്ങളും ഭിന്നതകളും ഇല്ലാതാകുമ്പോഴാണ്. ഐക്യത്തെ തകർക്കുന്നതാണ് ഭിന്നത ഒരിക്കലും ദൈവികമല്ല. തർക്കങ്ങളും വിയോജിപ്പുകളും സ്വാഭാവികമാണ്. പക്ഷെ അത് ഭിന്നതയിലേക്ക് വളരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ദാമ്പത്യത്തിലും സമൂഹത്തിലും സഭയിലും ഇതാണ് ആവശ്യം. തർക്കങ്ങളുള്ളിടത്ത് പോലും ദൈവസ്നേഹത്തിന്റെ ഊഷ്മള ബന്ധങ്ങൾ രചിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനം 2:15 ഓർമ്മിപ്പിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ ഫലങ്ങളെ പുറപ്പെടുവിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുക. ദൈവീക ചിന്തയും സത്യമാണ് ലോകത്തിന്റെ ഇരുൾ മാറ്റുവാൻ അനിവാര്യം. അവരുടെ നന്മയ്ക്ക് ജ്യോതിഷികളായി തീരുവാൻ സാധ്യതയുള്ളവരെയാണ് നമുക്ക് ഇന്നാവശ്യം.
പ്രകാശം എല്ലാ വസ്തുക്കൾക്കും ജീവൻ പകരുന്നവയാണ്. ഒരു വസ്തുവിന്റെ രൂപം തിരിച്ചറിയുന്നതും നിറം മനസ്സിലാക്കുന്നതും എല്ലാം വെളിച്ചത്തിലാണ്. ദൈവീക സാന്നിധ്യത്തിൽ നിറയുമ്പോഴാണ് ജ്യോതിഷികളുമായി മാറി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാൻ നമുക്ക് കഴിയുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാമെങ്കിലും നാം എത്ര പേർ അതിനായിട്ട് തയ്യാറാകുന്നുണ്ട് എന്ന് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടി നാം ഇതൊക്കെയും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നാം മറ്റുള്ളവരുടെ ആ ഷൂവിൽ അല്പസമയം നിന്ന് ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ആ വിഷമസ്ഥിതി എന്ത് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതിനായി നാം ആദ്യം ദൈവവിശ്വാസമുള്ള ഈശ്വരവിശ്വാസമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. വെളിച്ചമാകുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മിലെ ഇരുട്ടാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇരുട്ടിന്റെ കനം കൂട്ടാൻ മറ്റ് പല കാരണങ്ങൾ പോലെ ഭിന്നതയും പ്രധാനപ്പെട്ടവയാണ്. അതുകൊണ്ട് ഭിന്നതയുടെ അരൂപികളെ ദൈവീക വെളിച്ചത്തിൽ നമുക്ക് നിർവീര്യമാക്കണം. എങ്കിൽ മാത്രമേ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെയുള്ള വ്യക്തികളായ രൂപാന്തരപ്പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ. വിയോജിപ്പുകളോട് ആദരപൂർവ്വം അകന്നു നിൽക്കുക, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന കടുംപിടുത്തങ്ങൾ ഉപേക്ഷിക്കുക, മറ്റുള്ളവരെ തുറവിയോടെ ശ്രവിക്കാൻ തയ്യാറാകുക. ഇത്തിരി കാരുണ്യത്തോടെയും സഹിഷ്ണുതയോടെയും ഏത് വിഷയത്തെയും സമീപിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അവരെ ആദരവോടും ഹൃദയവിശാലതയോടും നോക്കിക്കാണുക. മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുകൂടെ ചിന്തിക്കുവാൻ ശീലിക്കുക. സംഘർഷത്തിലേക്ക് പോകാതെയും ഭിന്നതകൾ രൂപമെടുക്കാതെയും ഇരിക്കുവാൻ ഇവയൊക്കെയും സഹായകമാണ്. വിശുദ്ധിയുള്ള ഒരു മനസ്സിന് മാത്രമേ ഇത്തരമൊരു ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഐക്യം നഷ്ടപ്പെടുന്നത് എവിടെയാണ്, എങ്ങനെയാണ്? ഐക്യം നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങളെക്കുറിച്ച് ആത്മപരിശോധന നടത്തുവാൻ നമുക്കാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, നാം ഓരോരുത്തരും ദൈവവിശ്വാസമുള്ളവരാണ് എങ്കിൽ, ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ദോഷമുള്ളതാകരുത് എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുടുംബത്തിലും ഐക്യമുണ്ടാകുന്നത്. കുടുംബത്തിൽ ഐക്യമുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം എവിടെയാണ് ഇല്ലാതാകുന്നത് എന്നുള്ളത് അതിൻ്റെ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ ചെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഐക്യം ഇല്ലായ്മയിൽ നിന്ന് ആണോ അതുണ്ടാകുന്നത്? ഐക്യം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പൻ മകനെ ആണെങ്കിലും മകൻ അപ്പനാണെങ്കിലും അപ്പനെ ആണെങ്കിലും അമ്മ മകളെ ആണെങ്കിലും മകൾ അമ്മയെ ആണെങ്കിലും പരസ്പരം മനസ്സിലാക്കുകയും അവരെ കേൾക്കാൻ ശ്രമിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഐക്യം ഭവനത്തിലുണ്ടാവും. അമ്മായിമ്മയും മരുമകളുമായിട്ടുള്ള വഴക്കിൻ്റെ പ്രധാന കാരണം കുറ്റപ്പെടുത്തലുകളാണ്. ആ കുറ്റപ്പെടുത്തലുകൾ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുവോ, ഒരാൾ മറ്റാരെ എന്ന് അംഗീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അന്ന് ഇതൊക്കെയും വളരെ സമാധാനത്തോടുകൂടി ഐക്യത്തോടുകൂടി ആ കുടുംബം മുമ്പോട്ട് നീങ്ങും. നമ്മൾ ഇന്നലെ കണ്ട ന്യൂസ് പേപ്പറിൽ കണ്ടത് സ്വന്തം അപ്പനെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു കേസ് തൊടുപുഴയിൽ നടന്നത് മലയാള മനോരമയിൽ എനിക്ക് വായിക്കുവാനിടയായി. ഏതോ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഐക്യമുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ? അപ്പനെ ബഹുമാനിക്കുന്നുവെങ്കിൽ, ആ മകൻ എന്താണ് പറയുന്നതെന്ന് അപ്പൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമായിരുന്നു. ഇതൊക്കെയും നമ്മൾ കൂട്ടി വായിച്ച് ദൈവത്തിൽ സമർപ്പിച്ച് നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുടുംബത്തിൽ ഐക്യമുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും. നമുക്കേവർക്കും സ്വർഗരാജ്യത്തിൽ ഒരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഏവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.